ആതുര സേവന രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചാർത്തി മുന്നേറുന്ന ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ സംരംഭമായ ആസ്കോ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ പെരിങ്ങഴ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. മുൻ GCDA ചെയർമാൻ അഡ്വക്കേറ്റ് CM മോഹനൻ പെരിങ്ങഴ ബ്രാഞ്ച് നാടിന് സമർപ്പിച്ചു. ഇതോടൊപ്പം പുതുതായി ആരംഭിച്ച ആംബുലൻസ് സർവീസ് മുൻ MLA എൽദോ എബ്രഹാം ഫ്ളാഗ് ഓഫ് ചെയ്തു. ആതുര സേവന രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചാർത്തി ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ സംരംഭം പ്രവർത്തനം ആരംഭിച്ചു. ചികിത്സാ പരിശോധനാ രംഗത്ത് കൊടിയ ചൂഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വർദ്ധിച്ചുവരുന്ന പരിശോധനാ ചെലവും ചികിത്സാ രീതികളും സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികമാകുന്ന സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ടു പോകുന്നത്. ഈ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആതുര സേവന രംഗത്ത് സഹകരണ പ്രസ്ഥാനം ഒരു മാറ്റത്തിന് ചുവടുവയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ബാങ്ക് ഭരണസമിതി ഒരു ഡയഗ്നോസ്റ്റിക് സെന്ററിന് രൂപം കൊടുക്കാൻ തീരുമാനിച്ചത്. ആനിക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പെരിങ്ങഴ ബ്രാഞ്ചിനോട് ചേർന്ന് ആസ്കോ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ 4ാമത് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. മുൻ GCDA ചെയർമാൻ CN മോഹനൻ ഡയഗ്നോസ്റ്റിക് സെന്റർ നാടിന് സമർപ്പിച്ചു. താമസിക്കുന്ന ഒരാൾക്ക് ഇവിടെ പോയി ടെസ്റ്റ് നടത്തിയിട്ട് ആ റിസൾട്ടുമായി ചെന്നാൽ നിങ്ങൾക്ക് എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിലോ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലോ അമൃത ഹോസ്പിറ്റലിലോ അവിടെ കൊണ്ട് കാണിക്കുക. ഇല്ലെങ്കിൽ പുലർച്ചെ ഇവിടെ നിന്ന് കാറെടുത്ത് അവിടെ അലിബാബാണ് ബസ്സിൽ കയറി അവിടെ ചെന്ന് അവിടെ ബ്ലഡ് കൊടുത്ത് പിന്നെ അവിടെ ഇങ്ങനെ ഇരുന്ന് അതിനുശേഷം പിന്നീട് ചായ പോലും കുടിക്കാൻ നോക്കിക്കൊണ്ടിരുന്ന് ആ തരം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മുടെ മുമ്പിൽ ഈ സഹകരണ സംഘം ആരംഭിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ലളിതമായിട്ടുള്ള കാര്യം പറയാണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ഗ്രാമപ്രദേശത്ത് നമുക്കൊരു സംവിധാനം ഏർപ്പെടുന്നതാണ് ഈ ആനിക്കാട് സർവീസ് സെന്റർ. ഇപ്പോൾ നേരത്തെ പ്രസിഡന്റ് VK ഉമ്മർ പറഞ്ഞൊരു കാര്യം എന്താണ്, 3/4 കോടി രൂപയുടെ മെഷീനൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നല്ല വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ആക്യുറസി അത്രയുണ്ട്. അത്തരം മെഷീനെ വാങ്ങിച്ചു വെച്ചാണ് എന്തിനാണ് ആനിക്കാട് സർവീസ് സെന്റർ അതിൻ്റെ എത്തി പൈസ കൂട്ടിയെടുത്ത ആൾക്കാർ ഡിപ്പോസിറ്റ് എടുത്ത ആൾക്കാർക്ക് ഈ അതിന്റെ ലാഭം കൊണ്ട് ഈ ഇങ്ങനെ ഒരു മെഷീൻ 3/4 കോടി രൂപയുടെ മെഷീനോ അല്ലെങ്കിൽ 1/2 കോടി രൂപയുടെ മെഷീനോ വാങ്ങിച്ച് ചെയ്യുന്നില്ല. അതാണ് ജനസേവനം. നിങ്ങൾ എത്ര സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എത്ര സ്ഥാപനം എത്ര ഡയഗ്നോസിസ് സെന്റർ ആരംഭിച്ചിട്ടുണ്ട്? സിൻഡിക്കേറ്റ് ബാങ്ക് എത്ര ആരംഭിച്ചു? മറ്റ് നാഷണൽസ് ബാങ്കിൽ എത്ര ആരംഭിച്ചു? ആ കാശെല്ലാം ഉറുപ്പിയെല്ലാം കേന്ദ്രത്തിലേക്ക് പോവാണ്. അവരോട് ചെലവഴിക്കുക. ഇവിടെ സഹകരണ ബാങ്കോ ആനിക്കാട് സർവീസ് സെന്റർ ബാങ്കോ അല്ലെങ്കിൽ ഇവിടെ അർബൻ ബാങ്കോ അവർ ചെയ്യുന്നത് അവിടെയുള്ള ലാഭത്തിന്റെ അംശം നേരെ സാധാരണക്കാരന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം ബാങ്കിന്റെ നേതൃത്വത്തിൽ പുതിയതായി ആരംഭിച്ച ആംബുലൻസ് സർവീസ് മുൻ MLA എൽദോ എബ്രഹാം ഫ്ളാഗ് ഓഫ് ചെയ്തു. ബാങ്കിന് കീഴിൽ CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ, ഡിജിറ്റൽ മാമോഗ്രാം, എക്സ്റേ, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് ലബോറട്ടറി എന്നിവ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴയുടെ ഹൃദയഭാഗത്ത് 2017 ആസ്കോ പ്രവർത്തനം ആരംഭിച്ചത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന ആസ്കോ നിലവിൽ ആനിക്കാട് ചിറപ്പടിയിലും വാഴക്കുളത്തും പേഴയ്ക്കാപ്പള്ളിയിലും പ്രവർത്തിക്കുന്നുണ്ട്. ആസ്കോയുടെ 4ാമത്തെ ബ്രാഞ്ചാണ് പെരിങ്ങഴയിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനുള്ള സംവിധാനവും 2 ആംബുലൻസുകളുടെ സേവനവും ജീവൻ രക്ഷാ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ജനൌഷധി മെഡിക്കൽ സ്റ്റോറും വന്ധ്യതാ ചികിത്സാ സൗകര്യവും ക്യാൻസർ സ്ക്രീനിംഗ്, യോഗ ക്ലാസും ഉൾപ്പെടെ വിവിധ സേവനങ്ങളാണ് ഈ സഹകരണ പ്രസ്ഥാനം നൽകുന്നത്. ഗൈനക്കോളജി OPയും പീഡിയാട്രിക് OPയും ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് VK ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ 7 വർഷമായി ആസ്കോ ഡയഗ്നോസ്റ്റിക് സെന്റർ ആരംഭിച്ചിട്ട് ഓരോ വർഷവും ഓരോ പ്രദേശങ്ങളിൽ ലബോറട്ടറിയുടെ ശാഖ ആരംഭിക്കുകയും നീതി മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കുകയും ജനൌഷധി ആരംഭിക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആശ്വാസമായി ആംബുലൻസ് സർവീസ് ആരംഭിക്കുകയും ആസ്കോ ഒപ്റ്റിക്കൽസ് ആരംഭിക്കുകയും ഒക്കെയായി വിവിധ തരം പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് 7ാം വാർഷികത്തോടനുബന്ധിച്ച് ഇത്തരത്തിൽ പെരിങ്ങഴയിൽ നിന്ന് ഉള്ള ആളുകൾ ശിവൻ ചേട്ടനടക്കം അതുപോലെ ഓരോ ഈ പ്രദേശത്തു നിന്നുള്ള കാരണവന്മാരായിട്ടുള്ള പഴയ അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ലാബിൻ്റെ പരിശോധന മൂവാറ്റുപുഴയിൽ വന്ന് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് അല്ലെങ്കിൽ പെരിങ്ങഴക്കവലയിൽ വന്ന് അവിടുന്ന് ബസ് കയറി മൂവാറ്റുപുഴ വന്ന് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് ഇങ്ങോട്ട് കൂടി
കൊണ്ടുവന്ന് കൂടെ എന്നെല്ലാം ജനങ്ങളുടെ ആളുകളുടെ, ഇവിടുത്തെ പഴയ ആളുകളുടെ ആവശ്യപ്രകാരം, ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യപ്രകാരം ആണ് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ഇവിടെ അതിൻ്റെ ഒരു ബ്രാഞ്ച് ആരംഭിക്കണമെന്ന് തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് പെരിങ്ങഴയിൽ ഈ ലബോറട്ടറിയുടെ പ്രവർത്തനം നമുക്കിന്ന് തുടങ്ങുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആംബുലൻസ് നമ്മുടെ ഒരു ആംബുലൻസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ലോങ് ഓട്ടം പോകുന്നതിനും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ, എവിടെ വരെയോ ഓട്ടം പോകാൻ കഴിയുന്ന വിധത്തിൽ എല്ലാ സംവിധാനങ്ങളോട് കൂടി ആംബുലൻസിൻ്റെ അകത്ത് ഉള്ള ഒരു ആംബുലൻസ് കൂടി ഈ 7ാം വാർഷികത്തിൻ്റെ ഭാഗമായി നമുക്ക് ഇറക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ജനോപകാരപ്രദമായ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കി മുന്നേറുന്ന ആനിക്കാട് സർവീസ് സഹകരണ ബാങ്ക് തുടർന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ MLA എൽദോ എബ്രഹാം, ജോണി നെല്ലൂർ, AP വർക്കി മിഷൻ ഹോസ്പിറ്റൽ ചെയർമാൻ PR മുരളീധരൻ, കൺസ്യൂമർ ഫെഡ് വൈസ് ചെയർമാൻ PM ഇസ്മയിൽ, ജില്ലാ ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി KP രാമചന്ദ്രൻ, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജെയ്മോൻ യു ചെറിയാൻ, ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു തോട്ടുപുറം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബെസ്റ്റിൻ ചേറ്റൂർ, ആരക്കുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ഓമന മോഹനൻ, സർക്കിൾ സഹകരണ യൂണിയൻ അംഗം T ശിവദാസ്, സെക്രട്ടറി സിന്ധു BG തുടങ്ങിയവർ പങ്കെടുത്തു.